പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. എന്നും എപ്പോഴും എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ശരീരം എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ്ങാണ്. അതൊരു അമ്പലമാണ്, പള്ളിയാണ്, ക്ഷേത്രമാണ്. അതിനേക്കാളൊക്കെ വിശുദ്ധമായി നമ്മൾ പരിപാലിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ യാത്രയ്ക്ക് നമുക്ക് ലഭിച്ചൊരു വാഹനമാണത്. ആ വാഹനം നന്നായിട്ട് പരിരക്ഷിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണ്. അതിമാരകമായ വിപത്തിലേക്ക് ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്നവരതിന് അവർക്ക് റോൾ മോഡലായിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം, മയക്കുമരുന്ന്, MDM, LSD, കഞ്ചാവ്, പുകവലി, ടൊബാക്കോ, ലഹരി ബാധിച്ച് ഭ്രാന്തായി അബോധാവസ്ഥയിൽ ജീവിക്കുന്നത് എന്തോ ഒരു വലിയ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരു സമൂഹത്തിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വരെ നിർഭാഗ്യവാന്മാരാണ്. ഞാൻ എൻ്റെ മക്കളോട് എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, തികഞ്ഞ തെളിഞ്ഞ ബോധത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക, ജീവിക്കുക. ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക. മനസ്സിൻ്റെ കരുത്ത് നിലനിർത്തുക. ഹെൽത്തി ബോഡി, കമ്പാഷനേറ്റ് ഹാർട്ട്, എ ലവിങ് മൈൻഡ്, പീസ്ഫുൾ സ്പിരിറ്റ്. ഇതായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. നമുക്ക് ചുറ്റും ഈ ജീവിതം എന്ന് പറയുന്നത് അതിമനോഹരമാണ്. പക്ഷേ ആർക്ക് ആസ്വദിക്കാൻ കഴിയുന്നു? തെളിഞ്ഞ തികഞ്ഞ ബോധമുണ്ടെങ്കിലല്ലേ ചുറ്റുമുള്ളത് ആസ്വദിക്കാൻ നമുക്ക് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അബോധാവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ച് ലഹരി ബാധിച്ച് നടക്കുന്നവർക്ക് എന്താസ്വദിക്കാൻ കഴിയും? ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. അവർ തെറ്റിദ്ധരിക്കുകയാണ്. ആ ഉന്മാദം ഉണ്ടല്ലോ, ഒരുതരം കൃത്രിമമായി ഉണ്ടാക്കുന്ന ലഹരി നൽകുന്ന ഉന്മാദമാണ് ആസ്വാദനം എന്ന് തെറ്റിദ്ധരിച്ച ഒരു ജനത നിർഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ മക്കളോട്, യുവാക്കളോട്, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും പറയേണ്ടത്, ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. ശരീരം ഒരു ക്ഷേത്രമാണ്. മഹത്തായ പരമമായ ആ ബോധം കുടികൊള്ളുന്നതാണ് ഓരോ ശരീരത്തിലും. പരമമായ ആ ബോധത്തിൻ്റെ വാസസ്ഥലമാണ് ശരീരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ നിങ്ങൾ ദിവസം ഉപയോഗിക്കുക. നിങ്ങൾ മയക്കുമരുന്നുകളിലും മദ്യത്തിലും പുകവലിയിലൊന്നും അല്ല ലഹരി കണ്ടെത്തേണ്ടത്. ധ്യാനം, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യും നിങ്ങൾ. എന്തൊരു സുഖമാണെന്നറിയോ അകത്തോട്ടുള്ള യാത്ര, ഇന്നർ ജേണി. താങ്ക് യു വെരി മച്ച്. അക്ബർ സ്നേഹക്കൂട്, സ്നേഹത്തോടെ.